ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഈ തിങ്കളാഴ്ച ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ് എന്ന് നോക്കാം. കാരണം നാളെ ശിവരാത്രി ആയതുകൊണ്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യും. സോ അതുകൊണ്ട് ഏതൊക്കെ സ്റ്റോക്കിലാണ് നല്ല പെർഫോം ചെയ്യുന്നത് തിങ്കളാഴ്ച എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് മാർക്കറ്റ് പോയത് നോക്കാം. നിഫ്റ്റി ഒരു നെഗറ്റീവ് ഡേ ആണെന്ന് തന്നെ പറയാം. പോയിന്റ് വൈസ് നോക്കുമ്പോൾ 19 പോയിന്റ്സ് പോസിറ്റീവ് ആയിട്ടുണ്ട്, ബട്ട് അല്ലാതെ നെഗറ്റീവ് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ 129 പോയിന്റ്സ് നെഗറ്റീവ് ആണ്. അപ്പോൾ സൈഡ് വേസിൽ തന്നെയാണ് പോയിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി രണ്ടും സൈഡ് വേസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടാർഗറ്റ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. നിഫ്റ്റിക്ക് 22,600 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,000 ആ ഒരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ആണെങ്കിൽ 50,000 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, ഇന്ന് ടാറ്റ സ്റ്റീൽ ബിഗ്ഗസ്റ്റ് ഗെയിനറായി, ബിഗ്ഗസ്റ്റ് ലൂസറായത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. നല്ല പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ മെറ്റൽ സെക്ടറും, വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന നിഫ്റ്റി എനർജി സെക്ടറും ആകുന്നു. ഓക്കെ, സോ നല്ല പെർഫോം ചെയ്ത സ്റ്റോക്കുകളിൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട സ്റ്റോക്കാണ് ഈ ഒരു ടാറ്റ കെമിക്കൽസ്. ഞാൻ 3 ദിവസമായിട്ട് പറയുന്നു. സോ 40% ആണ് പ്രോഫിറ്റ് കിട്ടിക്കാണുക. ഫ്രൈഡേ മുതൽ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോറി, ടാറ്റ കെമിക്കൽസ് ഇന്നലെയും കൂടി പറഞ്ഞതേ ഉള്ളൂ. സോ തുടർന്ന് കയറാനുള്ള സാധ്യത നല്ലതുണ്ട്. ഓക്കെ, റാലിസ് ഇന്ത്യ നല്ല കയറിയിട്ടുണ്ട്. അതുപോലെ IAFL എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. അപ്പോൾ 10% ഫ്രീസ് ചെയ്ത്, എന്നാലും വീണ്ടും തുടർന്ന് കയറാനുള്ള സാധ്യത IAFL ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ആരെങ്കിലും ഈ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുക, സെല് ചെയ്യേണ്ട. തുടർന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ TTML ഇന്ന് 7% കയറിയിരിക്കുന്നു. ഓക്കെ, ടാറ്റ പവർ കയറിയിട്ടുണ്ട് 7.67%. ദെൻ ഐബുൾ റിയൽ എസ്റ്റേറ്റ് കയറിയിരിക്കുകയാണ്. ഓക്കെ, ദെൻ കൽപ്പതാരു പ്രോജക്ട്സ്, അങ്ങനെ കുറേ സ്റ്റോക്കിലൊന്ന് പോസിറ്റീവായിട്ട് ഒരു 5% മുകളിലൊക്കെ നല്ല റിട്ടേൺസ് വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രാഫൈറ്റ് ഇന്ത്യ 7.20% ഉയർന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ സ്റ്റോക്കിലെല്ലാമാണ് ടോപ്പ് ഗെയിനേഴ്സ് ആയത്. ടോപ്പ് ലൂസേഴ്സിൽ വരുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ദെൻ രാജേഷ് എക്സ്പോർട്സ് സൈഡ് വേസിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാജറിയ സെറാമിക്സ് ഡൗൺ ട്രെൻഡായി. പിന്നെ അപ്പോളോ ടയേഴ്സ് ഒക്കെ താഴേക്ക് പോയിട്ടുണ്ട്. പിന്നെ NLC ഇന്ത്യയും താഴേക്ക് പോയിരിക്കുകയാണ്. ദെൻ ഇക്വിറ്റാസ് ഓക്കെ 3.10%. മോത്തിലാൽ ഒസ്വാൾ ആ ഒരു സ്റ്റോക്കും 3.02%. ഈ സ്റ്റോക്കിലാണ് ടോപ്പ് ലൂസേഴ്സിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ ആ ഒരു സെൻസർ ടെക്നോളജി ആ ഒരു സ്റ്റോക്ക് 5% കയറിയിട്ടുണ്ട്. ഓക്കെ, തുടർന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് ഇന്നലെ പറഞ്ഞത് ബെറ്റർ ആയിട്ടുണ്ട്, പെർഫോം ചെയ്തിരിക്കുന്നു. അതുപോലെ ദിവീസ് ലാബൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ്, നല്ലൊരു സ്റ്റോക്കാണ്, ഇനിയും കയറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഭാരതി എയർടെൽ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ കൊഡാക് ബാങ്കാണ് കുറച്ചൊന്ന് പെർഫോം ചെയ്തത്, ബട്ട് സ്റ്റിൽ അത് സ്വിംഗ് ട്രേഡിങ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്കാണ്. സോ തിങ്കളാഴ്ച നമുക്ക് ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ ആ ഒരു ഡേയിൽ ടെക്നിക്കൽ വൈസ് ഏതൊക്കെ സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പം അതിൽ ഫസ്റ്റ് പറയേണ്ട ഒരു സ്റ്റോക്കാണ് ഇൻഡക്കോ റെമഡീസ് നല്ല അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡക്കൗണ്ട് ഇൻഡസ്ട്രീസ് ഓക്കെ 318 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 325 മുകളിൽ പോകുമ്പോൾ നല്ലൊരു അപ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതുപോലെ ചേമ്പൽ ഫെർട്ടിലൈസേഴ്സ് ഈ ഒരു സ്റ്റോക്ക് എടുത്ത് പറയേണ്ട സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് നല്ല ഉയരാൻ സാധ്യതയാണ്. 373 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഉള്ളത് കൊണ്ട് 400 നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. 380 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ തന്നെ നല്ല ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
ഓക്കെ. ദെൻ ഹുഡ്കോ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. സോ 205 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണമെങ്കിൽ 250 22% വരെ റിട്ടേൺസ് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കിലാണ്. ദെൻ ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്. പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി സ്റ്റോക്കിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ ഡൗൺ ആയി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. സോ അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ, എല്ലാം മാർക്കറ്റ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ 2 weeks to 1 month ടൈം ഫ്രെയിം ഉണ്ട്. സോ ആ ഒരു ടൈം ഫ്രെയിം വരുമ്പോഴേ ആ ഒരു ടാർഗറ്റ് വരത്തുള്ളൂ. സോ ഇന്ന് പറഞ്ഞ് നാളെ താഴെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ യു ഹാവ് ടു വെയിറ്റ്. ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് 231 ആണ്. ഇനി അപ് ട്രെൻഡ് ഉണ്ട്. സോ 240 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 250 260 ആ ഒരു റേഞ്ചിലേക്ക് വരുന്നതായിരിക്കും. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ്. സോ 817 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. സോ 820 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 850 900 ആ ഒരു റേഞ്ച് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു 5 സ്റ്റോക്കിലാണ് ഇന്നത്തെ മാർക്കറ്റ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ട് ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. നിങ്ങളും കൂടി ഈ ഒരു സ്റ്റോക്ക് വാല്യുവേഷൻ, ടെക്നിക്കൽ, അതുപോലെ സെക്ടർ വൈസ് സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നു ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും. പിന്നെ എപ്പോഴും 10 to 15% പ്രോഫിറ്റ് ഇടുക, അതായിരിക്കും സേഫ്. അത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ആവുന്നത് സേഫസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ പറയുന്ന ടാർഗറ്റ് തന്നെ നിങ്ങൾ വെക്കണമെന്നില്ല. സ്വിംഗ് ട്രേഡിങ്ങിന് 10% അല്ലെങ്കിൽ 15% ഇടുക, എന്നിട്ട് അതാകുമ്പോഴത്തേക്ക് എക്സിറ്റ് ആവുക. സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ എപ്പോഴും ട്രേഡ് ചെയ്യുക, അതാണ് സേഫസ്റ്റ് സൈഡ്. ഓക്കെ. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമന്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് ശിവരാത്രി ആയതുകൊണ്ട് കുറച്ച് ബേസിക് വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും കൂടി എല്ലാവരും ചെക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.